എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോറും ചിക്കൻ കറിയാണ്. അപ്പോൾ ചോറ് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള നോക്കാം. ഇതൊരു 3 വിസിൽ വരട്ടെ. അപ്പോൾ അതിനുശേഷം എയർ കളഞ്ഞ് നോക്കാം. എന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. വലിയ സ്പെഷ്യലൊന്നും അല്ല, എന്നാലും നോർമലി ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയിലോട്ട് പോകാം. ചിക്കനൊക്കെ കൊച്ചു പീസ് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം. ഞാൻ എടുത്തേക്കുന്നത് മുളക് പൊടി, പിന്നെ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ളത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. മസാല നമ്മൾ ചിക്കൻ മസാല ലാസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് ചൂടാക്കി നോക്കാം. അപ്പോൾ ചൂടാക്കാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതിലിപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചത് അതെല്ലാം കൂടെ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു കുക്കിംഗ് വീഡിയോ ഇടണേ. അപ്പം ഞാനൊക്കെ പെർഫെക്റ്റ് കുക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് പറ്റണ രീതിയിൽ, എനിക്കറിയണ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായതിന് ശേഷം നമുക്കിത് ചിക്കനിലിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ചൂടോടെ തന്നെ ചിക്കനിൽ കുറച്ചിടാം. കുറച്ചൊരു പോർഷൻ ഇട്ടാൽ മതി. ഇതിൻ്റെ ഒരു പകുതി അല്ലാതെ ഇത്രയും കൂടി നമ്മളൊരു പോർഷൻ ചിക്കനിലേക്ക് ആഡ് ചെയ്താൽ മതി. ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ഇടാം. ഇത്രയും മതി. ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി വേണം. അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്യാം. കൈ കൊണ്ട് തന്നെ കുറച്ച് മതി വെളിച്ചെണ്ണ, ലേശം വെളിച്ചെണ്ണ ഒഴിച്ച്. സാധാരണ നമ്മളിതിലെ വെള്ളം മൊത്തവും ഊറ്റി കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇച്ചിരി ഗ്രേവി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് ബാക്കി ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഉള്ളിയും പച്ചമുളകൊക്കെ എടുക്കാനുള്ള സമയമുണ്ടല്ലോ. അപ്പോൾ ആ ടൈമിനുള്ളിൽ ഇത് നല്ലപോലെ സെറ്റാവും. നിങ്ങളുടെയൊക്കെ ഇവിടെ ഇങ്ങനെയാണോ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് ഓരോ രീതിയിൽ ട്രൈ ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ ഇതിൽ എടുത്തേക്കുന്നത് മസാലയ്ക്ക്, അതായത് ഗ്രേവിക്ക് ആവശ്യമായിട്ട് ഒരു 2 ചുവന്നതും 2 വെള്ള സവാളയും, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കൊച്ച് ടൊമാറ്റോയാണ് ഞാൻ എടുത്തേക്കണത്. വലുത് തീർന്നു പോയി. അപ്പോൾ ഇത് സാലഡിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കുറച്ച് മതിയല്ലോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം ബാക്കി കാണാം. ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടുന്ന സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കനം കുറച്ചിട്ട് സവാളയുണ്ട്, പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് ഞാൻ വഴറ്റുന്നത്. ആദ്യം പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇടാം. പാൻ ഒരുവിധം ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് പെരുംജീരകം ഇടാം. ജീരകം ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1-2 ഗ്രാമ്പൂ, 2 മതി, 2. അപ്പോൾ നമ്മുടെ ജീരകവും ഗ്രാമ്പൂവും കൂടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ജീരകമൊക്കെ ഒരു കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഉള്ളിക്കൂട്ടന്മാരെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി, പച്ചമുളക് ഇതൊന്ന് വഴറ്റിയിട്ട് അത് വഴണ്ട് വന്നതിന് ശേഷം കാണിക്കാൻ. ഇടയ്ക്ക് തക്കാളി നല്ലപോലെ ഒന്ന് വാടിയതിന് ശേഷം ഇട്ടാൽ മതി. അപ്പോൾ അന്നേരം ബാക്കി കാണിക്കാം. ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോരാത്തത് ഉപ്പ് പാകമാണോ എന്ന് ലാസ്റ്റ് നോക്കാം. ഇനി നമ്മുടെ ചോറ് എന്തായെന്ന് നോക്കാം. വിസിലൊക്കെ പോയിട്ടുണ്ട്. ചോറായിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് ഊറ്റിയിടാം. അപ്പോഴത്തേക്ക് ഒരു അരമണിക്കൂറായിട്ട് ഒരു 20 മിനിറ്റുള്ളിൽ ചിക്കനും ആവും. എന്നിട്ട് നമുക്ക് ഒരിടത്ത് കൊണ്ടുപോകാം. അതൊക്കെ പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന വീഡിയോ കാണിച്ചു തരാം. ഇതിൻ്റെ കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം ഒരുവിധം ഒന്ന് ആയിട്ടുണ്ട്. ഒരു പകുതി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബാലൻസ് തക്കാളി ചേർക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ഈ മസാലയും ചേർത്ത്
കുറച്ച് ചിക്കൻ മസാലയും ചേർത്ത് നല്ലപോലെ വഴറ്റി എടുക്കാം. ഇട്ടാൻ വെച്ചതൊന്ന് അടച്ചു വെച്ചതൊന്ന് മൂടി നോക്കാം. കുഴപ്പമില്ല. നമുക്കിനി ഇതിലേക്ക് ഇതൊരു പരുവം മതി. ഇതിലേക്ക് നമുക്ക് ആ ബാക്കി വന്ന പൊടിയില്ലേ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലായിടവും മിക്സ് ആവട്ടെ. അത് നമ്മുടെ മുമ്പേ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കൻ ഇല്ലേ അത് കളർ നല്ല അടിപൊളി കളർ ഇതും മറ്റേ വഴറ്റി സവാളയും ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ലെഗൊക്കെ കിടക്കണുണ്ട് നല്ല മസാല കുളിച്ച്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം കളറ് മാത്രമേ ഉള്ളൂ, അതിന് വേണ്ടിയിട്ടുള്ള എരിവില്ല. ഞങ്ങൾക്ക് നല്ല ചുമന്ന കളറ് ചിക്കനാണ് കൂടുതലിഷ്ടം. എരിവ് കുറവാണ്. നമ്മൾ തന്നെ വീട്ടിൽ പൊടിപ്പിക്കുന്നതാണ്. മുളക് മേടിച്ച് കഴുകി ഉണക്കി നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നാലും നമുക്ക് നമ്മുടെ മസാലകളൊക്കെ വഴറ്റിയതും പുരട്ടി വെച്ചതിനകത്തോട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇതിനകത്തോട്ട് ചേർക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട്, ഇച്ചിരി. അപ്പോൾ അത് ക്യാമറയും കൈ പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യണം. അപ്പം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് മൂടി വെച്ച് നല്ലപോലെ നിലത്തിൽ കൊടുത്തിട്ട് മൂടി വെച്ച് ബാക്കി 10-15 മിനിറ്റ് ഒന്ന് വേവിക്കുക. അപ്പോഴത്തേക്ക് ഇതിലുള്ള വെള്ളമോടെ ഇറങ്ങി നമുക്ക് പാകത്തിനുള്ളതാവും. ചിക്കൻ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഇറങ്ങുന്ന കാര്യം. നമ്മൾ ഫസ്റ്റ് ചിക്കൻ കഴുകി വെച്ചപ്പം വെള്ളം വാരാൻ വെച്ചില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളവും പിന്നെ നമ്മൾ ആ മസാല ഇതെല്ലാം കൂടെ ആക്കി ഇച്ചിരി കഴുകി വെച്ച വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതിനി ഒന്ന് ഇത്രയും ചാറ് വേണ്ട. ഇത് നല്ലപോലെ ഒന്ന് കുറുകട്ടെ. 2 ലെഗ്. അപ്പോൾ ഇതൊന്ന് വറ്റി കുറുകട്ടെ, അന്നേരം കാണിച്ചു തരാം. നല്ലപോലെ തിളക്കുന്നുണ്ട്. ഒരു 5-10 മിനിറ്റ് കൂടി. നമ്മുടെ ചിക്കൻ കറി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചോറൊന്ന് പൊട്ടിച്ചെടുക്കാം. നമ്മൾ മുമ്പ് ഊറ്റിയിട്ട ചോറുണ്ട്, അപ്പോൾ അത് ആയിട്ടുണ്ട്. അതിനെ ഒന്ന് തട്ടിപ്പൊട്ടിച്ചൊന്നെടുക്കാം. അതാവട്ടെ. നമുക്ക് കുറച്ച് ചോറ് പാത്രത്തിലേക്ക് ആദ്യം ഇടാം. കാര്യം നമുക്ക് ചൂടൊന്ന് പോകണം. ചോറിൻ്റെ ചൂടോടെ അടച്ച് വെക്കുമ്പോൾ ഒരു ഈർപ്പം പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ചോറിട്ടിട്ട് നമുക്ക് കുറച്ച് ഫാനിൻ്റെ അടുത്ത് കൊണ്ട് വെക്കാം. ഓക്കെ, നമുക്കിത് ഫാനിൻ്റെ അടുത്ത് വെക്കാം. അപ്പോഴത്തേക്കിത് നമ്മുടെ കറി ഇവിടെ നല്ല സൂപ്പറായിട്ട് തിളച്ച് മറിയേണ്ട മസാലയൊക്കെ പിടിച്ച്. ഞാൻ എന്നിട്ട് കുറച്ച് ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ചിക്കൻ മസാല ഞാൻ ചേർത്തിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് ചാറ് വരണം. ഇവിടെ അധികം സെമി ഗ്രേവിയാണ് ഇഷ്ടം, ഭയങ്കര ഗ്രേവി ഇഷ്ടമില്ല. ഇതൊന്ന് നല്ല സൂപ്പറായിട്ട് തിളച്ച് നല്ല അടിപൊളി കളറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചിക്കൻ കറി ആയി വരുന്നുണ്ട്. നമുക്ക് ഈ ചോറ് ഒഴിച്ചൊന്ന് ഫാനിൻ്റെ അടുത്ത് വെക്കാം. ഓക്കെ, ചോറ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ചോറ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ചോറൊന്ന് ചൂട് പോട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ കറി ആയതിനു ശേഷം കറി ഉണ്ടാക്കുക. എന്നിട്ട് നമുക്ക് പോകുന്ന വീഡിയോ ഇവിടെ കാണാം. അപ്പോൾ ചിക്കൻ നമുക്ക് ആവശ്യത്തിനുള്ള പരുവത്തിലെത്തിയിട്ടുണ്ട്. ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത് മതി, ഇനി ആക്കണ്ട, നമുക്കിത് മതി. ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ സർവിങ് ബോളിലേക്ക് ജസ്റ്റ് ഒന്ന് ചൂടൊന്ന് മങ്ങുമ്പോൾ നമുക്കിതിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് പോട്ടെ. പിന്നെ നമുക്ക് പോകുമ്പോൾ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടിഫിൻ ബോക്സ്. 2 തട്ടായിട്ട്. അപ്പോൾ ഇത് നമുക്കിനി ഞാൻ റെഡി ആയിട്ട് ഇത് കൊണ്ടു ചെന്ന് കൊടുക്കണം. ഇതിലേക്ക്
അപ്പം നമുക്ക് ഓഫീസിലേക്ക് ഒരു സാധനം കൂടി കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയും വലിയൊരു മുള്ളാത്തി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇതെൻ്റെ വീട്ടിലുണ്ടായതാ. അപ്പം ഇതിനെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോകണം. ഏതാണ്ട് ഒരു 3 കിലോ വെയിറ്റ് ഉണ്ട്. അമ്മേ, അയ്യോ, അതെ, അതാണ് സാധനം. അപ്പോൾ ഇതിനെ കൂടി നമുക്കൊന്ന് മുറിച്ചിട്ട് ഒന്ന് കൊണ്ടുപോകണം. ഞാൻ ഈ സാധനം ഈ ഒരു വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടായതാണ് ഈ സാധനം. നല്ല വെയിറ്റ് ആയിട്ടോ, പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ ശരി, ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതാണ് കട്ട് ചെയ്തപ്പോൾ. ഇങ്ങനെ ചെറിയ സീഡ്സ് ഉണ്ട്, ചെറിയൊരു മധുരവും പുളിപ്പും എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്കിനി രണ്ട് പോർഷൻ വെച്ചാക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് 4ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം നോക്കിക്കോളൂ, നല്ല വലിപ്പമാണ്. അപ്പോൾ ഇതിപ്പോൾ ഓഫീസിലേക്ക് കൊണ്ടുപോകാനും ഇത് ഇവിടെ അമ്മയ്ക്ക് കൊടുക്കാനും. ഇനി ഇതിനെ 2 പീസാക്കണം. ഓക്കെ, അപ്പം ശരി. അപ്പോൾ ഇതാണ് വീട്. അപ്പം ഞാൻ പോകാൻ വണ്ടി എടുക്കുകയാണ്. ഇതാണ് വീട്. അപ്പം പോകാനായിട്ട് വണ്ടി എടുക്കുകയാണ്. ഗേറ്റ് തുറക്കണം, പോകണം. ഓക്കെ.